അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിന്നും പ്രത്യേകിച്ച് ലോകത്തിന്റെ ഹൃദയമിടിപ്പായ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും ഇപ്പോൾ വരുന്നത് ഒരു ചരിത്രപരമായ വാർത്തയാണ്. കഴിഞ്ഞ 62 വർഷമായിട്ട് ഒരു മേയറും തെറ്റിക്കാത്ത ന്യൂയോർക്കിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാരമ്പര്യങ്ങളിൽ ഒന്ന് ഇപ്പോൾ ഇതാ ഒരു മേയർ പരസ്യമായിട്ട് തകിടം മറിച്ചിരിക്കുന്നു. ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറായ സോറാൻ മംദാനി കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഇന്നലെ മെയ് 31, 2026 മാൻഹട്ടനിലെ 5th അവന്യൂവിൽ നടന്ന വാർഷിക ഇസ്രായേൽ ഡേ പരേഡ് പൂർണ്ണമായും ബഹിഷ്കരിച്ചിരിക്കുകയാണ്. 1964 ഈ പരേഡ് തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ന്യൂയോർക്ക് സിറ്റി മേയർ ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ഇസ്രായേൽ അനുകൂലികളും യഹൂദ സംഘടനകളും ഇതിനെ ഡിസ്ഗ്രേസ്ഫുൾ, അതായത് വൻ അപമാനം എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് മേയർ മംദാനി ഇങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുത്തത്? ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഈ പരേഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇസ്രായേലിന് പുറത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ യഹൂദന്മാർ ജീവിക്കുന്ന നഗരമാണ് ന്യൂയോർക്ക് സിറ്റി. അതുകൊണ്ട് തന്നെ 1948 ഇസ്രായേൽ രാജ്യം രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും നടത്തുന്ന ഈ പരേഡ് ന്യൂയോർക്കിലെ രാഷ്ട്രീയക്കാർക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ഗവർണർമാരും മേയർമാരും ജനപ്രതിനിധികളും എല്ലാവരും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടും ഇല്ലാതെയും ഇതിൽ മുൻനിരയിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ സോറാൻ മംദാനി തന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു താൻ മേയറായാൽ ഇസ്രായേൽ പരേഡിൽ പങ്കെടുക്കില്ല എന്ന്. കഴിഞ്ഞ വ്യാഴാഴ്ച നടത്തിയ പ്രസ് കോൺഫറൻസിലും അദ്ദേഹം ഇത് ആവർത്തിച്ചു. ഇസ്രായേൽ ഗവൺമെന്റിന്റെ പലസ്തീൻ നയങ്ങളോടുള്ള തന്റെ വിയോജിപ്പ് താൻ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് താൻ പരേഡിന് പോകില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ റൂഡ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി എന്ന് പറയണം. പലസ്തീനുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് താൻ എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. പരേഡിൽ പങ്കെടുക്കാത്തത് മാത്രമല്ല യഹൂദ സംഘടനകളെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. പരേഡിന് 2 ആഴ്ച മുൻപ് മേയറുടെ ഓഫീസ് ഒരു വീഡിയോ റിലീസ് ചെയ്തിരുന്നു. നഖ്ബ അഥവാ പലസ്തീനുകളുടെ ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു അത്. 1948 ഇസ്രായേൽ രൂപീകരണ സമയത്ത് ഏതാണ്ട് 7 ലക്ഷത്തോളം പലസ്തീനികൾ സ്വന്തം മണ്ണിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടതിനെയാണ് നഖ്ബ എന്ന് വിളിക്കുന്നത്. ഒരു ന്യൂയോർക്ക് മേയറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ഒഫീഷ്യൽ റെക്കഗ്നിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഈ വീഡിയോയിൽ ഇനിയ ബുഷ്നാക്ക് എന്ന പലസ്തീനി വനിത തന്റെ 9ാം വയസ്സിൽ നാട് വിടേണ്ടി വന്ന അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ വീഡിയോ പുറത്തു വന്നതോടെ വലിയ പ്രകോപനമാണ് ഉണ്ടായത്. ഇസ്രായേൽ അനുകൂലികൾ പറയുന്നത് ഇത് വെറും പ്രൊപ്പഗാൻഡ, അതായത് വ്യാജ പ്രചാരണമാണ് എന്നാണ്. ഹോളോകോസ്റ്റിൽ ജൂതന്മാർ അനുഭവിച്ച ക്രൂരതകളോ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ജൂതന്മാർക്ക് പലായനം ചെയ്യേണ്ടി വന്ന ചരിത്രമോ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്നാണ് അവരുടെ ആക്ഷേപം. ഈ ഒരു ബഹിഷ്കരണത്തോടെ ന്യൂയോർക്ക് ഭരണകൂടത്തിനുള്ളിൽ തന്നെ വലിയൊരു ഡ്രാമയാണ് അരങ്ങേറിയതെന്ന് പറയണം. മേയർ പരേഡ് ബഹിഷ്കരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം പോലീസ് കമ്മീഷണറായ ജെസിക്ക ടിഷ് പരേഡിൽ സജീവമായി പങ്കെടുത്തു എന്ന് മാത്രമല്ല, പരേഡിന്റെ ഗ്രാൻഡ് മാർഷലായിട്ട് അവരാണ് മുന്നിൽ നടന്നത്. ഒരു യഹൂദ വംശജ കൂടിയായ ജെസിക്ക പറഞ്ഞത്, പങ്കെടുക്കാതിരിക്കുക എന്നത് മേയറുടെ തീരുമാനം, എന്നാൽ അഭിമാനത്തോടെ പരേഡ് നയിക്കുക എന്നത് എന്റെ തീരുമാനം എന്നാണ്. പരേഡിന്റെ സുരക്ഷയ്ക്കായിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോലീസ് സന്നാഹത്തെയാണ് മേയർ മംദാനി ഒരുക്കിയിരുന്നത്. ഡ്രോണുകൾ, സ്നിപ്പേഴ്സ്, കൗണ്ടർ ടെററിസം ഫോഴ്സ് എന്നിവരെയെല്ലാം വിന്യസിച്ചിരുന്നു. മുൻ മേയറായിരുന്ന എറിക് ആഡംസ് പരസ്യമായി പറഞ്ഞു, ഞാൻ ആന്റി സെമിറ്റിസത്തെ, അതായത് ജൂത വിരോധത്തെ ബഹിഷ്കരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് എന്ന്. റിപ്പബ്ലിക്കൻ പ്രതിനിധി മൈക്ക് ലൂലർ മേയറുടെ ഈ ഒരു നീക്കത്തെ ഡിസ്ഗ്രേസ്ഫുൾ എന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ മേയർ മംദാനിക്ക് വലിയൊരു ജനപിന്തുണയും ലഭിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പുരോഗമന ചിന്താഗതിക്കാരായ യുവാക്കൾക്കിടയിൽ. ഇസ്രായേൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നടത്തുന്ന സൈനിക നടപടികളിൽ അമേരിക്കയിലെ ഭൂരിഭാഗം യുവാക്കൾക്കും കടുത്ത അമർഷമുണ്ട്. മുൻ കൺട്രോളറായ ബ്രാഡ് ലാൻഡറിനെ പോലെയുള്ള പ്രമുഖ ജൂത നേതാക്കൾ പോലും ഇത്തവണ പരേഡ് ബഹിഷ്കരിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നിടത്തോളം കാലം തങ്ങൾ ഇത്തരം പരേഡുകളിൽ പങ്കെടുക്കില്ല എന്നാണ് അവരുടെ നിലപാട്. അതായത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇത്രയും നാൾ ഇസ്രായേലിന് ലഭിച്ചിരുന്ന അന്ധമായ പിന്തുണയ്ക്ക് ഇപ്പോൾ വലിയ രീതിയിൽ കോട്ടം തട്ടിയിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ വ്യക്തമാണ്, ന്യൂയോർക്ക് സിറ്റി ഇപ്പോൾ വലിയൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും ആശയപരമായ യുദ്ധത്തിനുമാണ് സാക്ഷ്യം വഹിക്കുന്നത്. മേയർ സോറാൻ മംദാനി തന്റെ പലസ്തീൻ അനുകൂല നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ അദ്ദേഹത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. മേയർ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം അവഗണിച്ചു എന്ന് യഹൂദ സംഘടനകൾ പറയുമ്പോൾ മനുഷ്യാവകാശങ്ങൾക്കാണ് മുൻഗണന എന്ന് മേയറിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.